ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഓടക്കുഴൽ ഊതി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ ഉണ്ണിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. 2 വയസ്സിൽ താഴെയൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ. അത് നല്ല ഭംഗിയുണ്ട്, കുറച്ച് തടിച്ചുരുണ്ട കാലുകൾക്കൊക്കെ നല്ല തടിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ട് കാണാനായിട്ട്. നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് പോരാൻ തോന്നും. മതി ഉണ്ണി ഓടക്കുഴൽ വിളിച്ചത്, എൻ്റെ കൂടെ പോകുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അത്രയും നമുക്ക് ഒരു വാത്സല്യമൊക്കെ തോന്നുന്ന ഒരു കുഞ്ഞുണ്ണിയായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ടായിരുന്നു. ഭഗവാൻ 2 കൈകൾ കൊണ്ടും പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് വിളിച്ചിട്ട് വേണുനാഥം പൊഴിക്കായിരുന്നു. അങ്ങനെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്, മുരളീധരനായിട്ട് കേട്ടോ. പിന്നെ മാലകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ. കാരണം എല്ലാം വെളുത്ത നിറത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ തന്നെ എല്ലാം ഒരു വെളുത്ത നിറത്തിൽ, ഒരു വെള്ളമയം അങ്ങനെ പറയില്ലേ, അത്ര ഭംഗിയുണ്ടായിരുന്നു കാണാൻ കേട്ടോ. കാരണം തിരുമുടി മാലയിലെ നല്ല നല്ല ഭംഗിയില്ലേ ഈ വെളുത്ത നന്ദ്യാർവട്ട പൂക്കളാണ്. അതിൽ കുറച്ച് തുളസിയുണ്ട്, അതൊരു പേരിനെ പുറത്തിരിക്കുക, കൂടുതലും വെളുത്ത നിറം കാണുന്നത് കേട്ടോ. പിന്നെ 2 ഉണ്ടമാലയുണ്ട്, 2 ഒരേപോലത്തെ വെളുത്ത നന്ദ്യാർവട്ട പൂക്കളാണ്. അതിന് താഴേക്ക് എത്തുമ്പോൾ മാത്രം കുറച്ച് തുളസിയുണ്ട്. അപ്പോൾ ഒന്ന് നോക്കൂ, ആ മുകളിലെ തിരുമുടിമാല വെളുത്ത പൂക്കള്, ഉണ്ടമാലകൾ 2 എണ്ണം വെളുത്ത പൂക്കള്, പിന്നെ ഈ 2 വശത്തും ഈ ആലവട്ടം വെച്ചിട്ടുണ്ട്. അതിലും വെളുത്ത നിറാണ് കൂടുതലായിട്ട് കണ്ണിന് കണ്ണാടി പോലുള്ള തിളങ്ങുന്ന അതൊക്കെ ഇങ്ങനെ പൊട്ടുകളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു വെള്ള നിറമുണ്ട്. അപ്പോൾ ഒരു വെള്ളമയം അങ്ങനെയായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നിയിരുന്നു. ആ മാലകളുടെയൊക്കെ ഭംഗിയാണ്, ആ നിറത്തിൻ്റെ ഭംഗിയാണത്. പിന്നെ ഭഗവാനെ നല്ല രസത്തിൽ അലങ്കരിച്ചിട്ടുണ്ട്. പീലി തിരുമുടിയൊക്കെ ഉണ്ട് കേട്ടോ. 3 പീലികൾ ഭഗവാനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിലൊരു സ്വർണ്ണഗോപി, കാതുകളിലും ഗോപിയെ വെച്ചിരിക്കുന്നത്. അത് ഇടത്തെ കാതിലുള്ള സ്വർണ്ണഗോപി ഉണ്ടല്ലോ, അത് പിന്നെ വലിയ തിളക്കല്ല കേട്ടോ, അത് ഇത്തിരി തിളക്കം കുറവാണ്. അത് വലത്തെ കാതിലത്തെ നല്ല തിളക്കത്തിൽ കാണുന്നുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ദീപങ്ങളുടെ ആ വെളിച്ചം തട്ടുമ്പോഴല്ലേ നമ്മുടെ കണ്ണിലേക്ക് അത് പ്രതിഫലിച്ചു വരുള്ളൂ. അതുകൊണ്ടാണ് തിളക്കക്കുറവൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തോന്നിയിരുന്നു. പിന്നെ ഭഗവാന്റെ മുഖത്തിനുണ്ടല്ലോ ഇഷ്ടം പോലെ നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് ഭഗവാന്റെ മുഖം, ആ ഒരു പുഞ്ചിരി. അപ്പോൾ ശരിക്കും ഇതൊക്കെ മറന്നു പോകും. അത്രയും സുന്ദരനായിട്ടാണ് ചിരിച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൈവളകളും തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ 2 മാല അണിഞ്ഞിട്ടുണ്ട്. 2 കുഞ്ഞി കൈകൾ കൊണ്ടും പൊന്നോടക്കുഴലി ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് ഓടക്കുഴൽ ഊതാ വേഗനാഥം പൊഴിക്കുക നമ്മുടെ ഭഗവാൻ. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണൊക്കെ ചുറ്റിയിട്ട് നല്ല തടിച്ചുരുണ്ടിട്ടുള്ള കാലുകളൊക്കെയാന്ന് പറഞ്ഞല്ലോ, കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ വേണുഗാനമൊക്കെ കേൾക്കാനായിട്ട് കൊതിച്ചിരിക്കുന്ന, ഭഗവാനെ കാണാനായിട്ട്, അതായത് വേണു ഊതുന്ന ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായിട്ട് ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു എല്ലാവർക്കും ഭഗവാൻ ഇന്നലെ ദർശനം നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപമൊക്കെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടോളൂ, നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. ആ കുഞ്ഞു തൃപ്പാദങ്ങളിലെ എല്ലാവരും ഒന്ന് വീണ് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.